ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കൊല്ലങ്കോട് പോകണതാണ്. എൻ്റെ വല്യമ്മ, ഇതാണ് ഉണ്ണിച്ചക്കൻ. അപ്പം ഞാൻ കാറിൽ കയറിയിരുന്നു സീറ്റ് പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കൊല്ലങ്കോട്ടേക്ക് മാത്രമല്ല കേട്ടോ പോണ്, കുറച്ച് ഒരു അമ്പലത്തിനും അവിടേക്കൊക്കെ പോകുന്നുണ്ട്. അത് മാത്രമല്ല ഒരാളും കൂടി ഞങ്ങൾ എടുക്കും, നിങ്ങൾ വൈകാതെ തന്നെ കണ്ടോളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ ഗൈസ്. ഞാനും എൻ്റെ അമ്മയും വലിയച്ഛനും വല്യമ്മയും കൂടിയിട്ട് പുറപ്പെട്ടു കേട്ടോ. ഇതാണ് ഞങ്ങൾ പോണ വഴിയിലെ കാഴ്ചകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങിയിട്ടോ. പിന്നെ കുറച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് വരുമ്പോൾ എൻ്റെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിച്ചക്കനാണ് ഫ്രണ്ടിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആളിനെടുക്കാനായി എത്താറാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുറക്കണ വഴിക്കാണ് ധോണി വെള്ളച്ചാട്ടമുള്ളത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ വഴിയാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ വിളിക്കാനുള്ള ആളെത്തിക്കഴിഞ്ഞു. ഇതാണ് ഉണ്ണിച്ചക്കൻ്റെ ചേച്ചി വൃന്ദ എന്നാണ് പേര്. പിന്നെ ഞങ്ങളൊരു അമ്പലത്തിലേക്ക് എത്തിയിട്ടോ, കൽപ്പാത്തിയിലെ അമ്പലത്തിലേക്ക് എത്തി. എന്നിട്ട് പ്രാർത്ഥിച്ചു. കുറേ നല്ല ഭംഗിയുള്ള അഗ്രഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ രഥോത്സവമൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. അതിൻ്റെ രഥങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ പുഴ ഉണ്ടായിരുന്നു. ആ പുഴയിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നുമ്പോഴേക്കും അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ദേവിയുടെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളത്. പിന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് കോലങ്ങളൊക്കെ വരച്ച് വെച്ചേക്കണം കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ അച്ചാറൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് പിന്നെ വേറൊരു സ്ഥലത്തിലേക്ക് ഞങ്ങൾ പുറപ്പെടാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടു. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകാതെ തന്നെ നിങ്ങൾ കണ്ടോളൂ. ഇല്ലേ, പിന്നെ ആ ചേച്ചിയാണ് കുറേ നേരം ഡ്രൈവ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വാമല. ഇതൊരു പാറയുടെ മുകളിലാണ് കേട്ടോ അമ്പലമുള്ളത്. ഞങ്ങൾ കുറേ നടന്നിട്ടാണ് എത്തിയത്. ഞാനും ആ ചേച്ചിയും കൂടി മുന്നിലേക്ക് നടന്നിട്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തിയിട്ടോ. അന്ന് അവിടെ ഒരു വിശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, ദീപാവലിനെ കാരണം ഒരു വിശേഷം. അപ്പം ഞങ്ങളവിടെ നടന്നെത്തിയപ്പോൾ റൈറ്റ് സൈഡിൽ ഹനുമാൻ പാത കണ്ടു കേട്ടോ. ഹനുമാൻ പാത ഞാനും ആ ചേച്ചിയും കൂടിയിട്ടാട്ടോ പോയി നോക്കിയത്. ഇവിടെ മേലെ കയറി താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തിലേക്ക് പോവുകയാണ്. അമ്മയ്ക്കൊക്കെ ക്ഷീണിതയായി. ഞങ്ങളെല്ലാവരും വരാനും പോകാനൊക്കെ. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തിലേക്ക് കാർ എടുക്കാൻ പോവാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു അടിപൊളി ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് കയറിയ ഹോട്ടലിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് സെക്കൻഡ് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. കുറേ പേർക്ക് ചോറാണ്, ഞാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ണിച്ചക്കനും ബിരിയാണി ആയിരുന്നു. അടിപൊളി ബിരിയാണി. എന്തായാലും നിങ്ങൾ ഈ സ്പോട്ടിലേക്ക് വരണം കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഒരു ചോറ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിക്കണ്ടായിരുന്നത്. സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു സ്പോട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് വേറെ സ്ഥലത്തിലേക്ക് പോയിട്ടോ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കൊല്ലങ്കോട് താമരപ്പാടം. ഇവിടെ അടിപൊളിയാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് വന്നത്, അതുകൊണ്ട് അത്ര രസം ഉണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടായിരുന്നു നടക്കണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം പൂക്കളാണ്, അതൊന്നും പറിക്കാൻ പറ്റില്ല. ഞാനൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചൂടി നിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. നിങ്ങൾ പോകുമ്പോൾ എന്തായാലും വെയിലുള്ള സമയത്ത് പോകണ്ടാട്ടാ. നല്ല വെയിലായിരുന്നു. അയ്യോ, ഞങ്ങൾ കരിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കാൻ ഒരു സ്ഥലത്ത് കയറിയിരുന്നു. പിന്നെ ഞാനും ചേച്ചിയും അമ്മയും കൂടിയിട്ട് നടന്ന് പാടത്തേക്കും എല്ലായിടത്തേക്കും പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടും. അതൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണമായിട്ട് ഞാനവിടെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ആദ്യം ചേച്ചീനെ കൊണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. ചേച്ചിയാണ് ഓടിക്കണത്.
എൻ്റെ ചേച്ചീനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളും വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പം ഞങ്ങൾ കൂടുതൽ സ്ഥലമൊന്നും കണ്ടില്ല. വെയിലൊക്കെ ആയിട്ട് നല്ല ക്ഷീണമായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണമായിരുന്നു. ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അധികം. പിന്നെ ഞങ്ങളത് പോപ്പുവിൻ്റെ സ്ഥലത്തെത്തി. പോപ്പു ഇറങ്ങിയിട്ട് എല്ലാവരും പോപ്പുവിനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. ഞാനൊക്കെ ടാറ്റ പറഞ്ഞ് എന്നിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞൊരു ചായ കുടിച്ചു. നല്ല ടേസ്റ്റുള്ള 2 കായ ബജിയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ബോണ്ട അങ്ങനത്തെ കാര്യങ്ങൾ. അമ്മ പരിപ്പ് വടയും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ചമ്മന്തി നല്ല എരിവുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ നിന്നാണ് മുക്കിക്കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ ഒരു അരുവി പോലെ കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചാടി കളിക്കാനും തോന്നി. കുറച്ച് നേരം ഞാൻ കളിച്ചു. അപ്പോൾ ബൈ ടാറ്റാ.